ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം. വ്യത്യസ്തമായ ഒരു ടോപ്പിക്കാണ് ഇന്നത്തേത്. ഒരു സാധാരണക്കാരന് എങ്ങനെ 1 കോടി രൂപ ഉണ്ടാക്കാനായിട്ട് സാധിക്കും? 1 CR എന്നുള്ളത് എല്ലാവരുടെയും ഒരു ഡ്രീം ഫിഗറാണ്. കുറച്ച് ക്യാഷൊക്കെ ഉള്ള ആൾക്ക് ഇതുണ്ടാക്കാനായിട്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. എന്നാൽ ഒരു സാധാരണക്കാരന് ഇതുണ്ടാക്കാനായിട്ട് സാധിക്കുമോ? നേരായ വഴിക്ക് ഇത് കുറച്ച് പെട്ടെന്ന് ഉണ്ടാക്കാനാണെങ്കിൽ നമുക്ക് ഏറ്റവും ഉപകാരപ്പെടുക സ്റ്റോക്ക് മാർക്കറ്റാണ്. മ്യൂച്വൽ ഫണ്ടുകളിലും ETF-കളിലും ഇത് സാധ്യമാണ്, പക്ഷേ കുറേ സമയമെടുക്കും. നമ്മൾ ഇതിനു മുമ്പ് നല്ല നല്ല മ്യൂച്വൽ ഫണ്ടിൻ്റെയും ETF-ൻ്റെയും ഒക്കെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരുപാട് പേര് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, പ്രോഫിറ്റ് കിട്ടിയതൊക്കെ അവർ അറിയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റോക്കുകളൊക്കെ വാങ്ങിയിട്ട് പ്രോഫിറ്റ് കിട്ടിയത് അറിയിക്കുന്നുണ്ട്. വളരെ സന്തോഷം. എന്നാൽ ഇങ്ങനെ പ്രോഫിറ്റ് കിട്ടിയാൽ 1 കോടി രൂപ നമുക്ക് കുറച്ച് പെട്ടെന്ന് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് നേടാനായിട്ട് സാധിക്കുമോ? തീർച്ചയായിട്ടും ഇല്ല. ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നം ഹ്യൂമൻ സൈക്കോളജിയാണ്. സ്റ്റോക്ക് മാർക്കറ്റിനെ നയിക്കുന്നത് 2 ഘടകങ്ങളാണ്, ഗ്രീഡിയും ഫിയറും. റീറ്റെയിലേഴ്സ് എപ്പോഴും ഫിയർഫുള്ളായിരിക്കും, പേടിയുള്ളവരായിരിക്കും. നിങ്ങൾ മൊത്തത്തിൽ ഒന്ന് എടുത്തു നോക്കുക. ചിലപ്പോൾ ഗ്രൂപ്പുകളൊക്കെ കാണും, വാട്സപ്പ് ഗ്രൂപ്പുകളും ടെലിഗ്രാമും ഒക്കെ. അതിലൊക്കെ നിങ്ങൾ മെമ്പറായിട്ടുള്ള ഗ്രൂപ്പുകൾ കാണും. അതിൽ ഏറ്റവും കൂടുതൽ പാനിക്കാകുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ റീറ്റെയിലേഴ്സ് ആയിരിക്കും. പിന്നെ ആ ഗ്രൂപ്പിൽ റീറ്റെയിലേഴ്സാണ് കൂടുതലും ഉണ്ടാകുള്ളൂ. HNIs ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒന്നും അവിടെ കാണാനുള്ള സാധ്യതയില്ല. ഈ പേടിയുള്ളതുകൊണ്ട് റീറ്റെയിലേഴ്സിന് ഒരിക്കലും ഒരു വലിയ നേട്ടം സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ഉണ്ടാക്കാനായിട്ട് സാധിക്കില്ല. അതിനൊരു സൊല്യൂഷനാണ് ഞാൻ ഈ വീഡിയോ കൂടെ പറയാൻ പോകുന്നത്. ഞാൻ പ്രാക്ടിക്കലി ചെയ്ത് നോക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു സൊല്യൂഷനാണ്. അതിനായിട്ട് നമുക്ക് കുറച്ച് ഡേറ്റകളിലേക്ക് പോകാം. മാർക്കറ്റ് മാഗ്നറ്റ് എന്ന സെബി രജിസ്റ്റേർഡ് ഫേമിൻ്റെ ടെലിഗ്രാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് കോഴ്സ് ഇന്ന് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. പേയ്മെൻറ്റ് തന്നിട്ടുള്ള ആരെങ്കിലും ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ അറിയിക്കണം. അതൊരു ഇക്വിറ്റി ETF മ്യൂച്വൽ ഫണ്ട് ബേസ്ഡ് കോഴ്സാണ്. നല്ല നല്ല സ്റ്റോക്കുകൾ മ്യൂച്വൽ ഫണ്ടും ETF ഒക്കെ പിക്ക് ചെയ്യാനുള്ള മെത്തേഡുകളാണ് അതിൽ പഠിപ്പിക്കുന്നത്. ആരെങ്കിലും ജോയിൻ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ആ നമ്പർ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. എന്തായാലും കോഴ്സ് ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതെൻ്റെ P&L കേട്ടോ. ഈ കഴിഞ്ഞ 100 ദിവസത്തെ P&L. ഇതിപ്പോൾ ഒരു അക്കൗണ്ടേ ഉള്ളൂ, ഒരു അക്കൗണ്ടിൻ്റെ P&L. 3 ലക്ഷത്തിന് ഒരു 10,000 രൂപ കുറവുണ്ട്. ഞാൻ മൊത്തം 6 അക്കൗണ്ടിലാണ് ട്രേഡ് ചെയ്യുന്നത്. മറ്റ് അക്കൗണ്ടുകളിൽ ഫണ്ട് കുറവാണ്. ഏറ്റവും കൂടുതൽ ഫണ്ടുള്ളത് ഈ അക്കൗണ്ടിലാണ്, അതാ ഇത് കാണിച്ചത്. പക്ഷേ ഇവിടെ അല്പം റിസ്ക് കുറഞ്ഞ സംഭവങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് വരാം. ഇത് കാണിക്കാനൊരു കാരണമുണ്ട്. ഞാൻ എടുത്തു വെച്ചപ്പോൾ ഇപ്പോൾ വന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് വേറെ ഒരു ഡേറ്റ നിങ്ങളെ കാണിക്കണം. ഇവിടെ കുറേ കമ്പനികൾ നമുക്ക് കാണാൻ സാധിക്കും. മൊത്തം 23 കമ്പനികളുണ്ട്. സഹാന സിസ്റ്റം, ടെക് വിഷൻ, KSR ഇന്ത്യ, ഇങ്ങനെ 23 കമ്പനികളുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഒരു വർഷം കൊണ്ട് 1000% നേട്ടം കൈവരിച്ച കമ്പനികളാണ്. 1000% എന്ന് പറയുമ്പോൾ എത്ര ഇരട്ടിയാണ്? 10 ഇരട്ടി, 10x. ഒരു വർഷം കൊണ്ട് 10 ഇരട്ടിക്ക് മുകളിൽ നേട്ടം കൈവരിച്ച എത്ര കമ്പനികളുണ്ട്? 23 കമ്പനികളുണ്ട്. ഈ 23 കമ്പനികളിലും 1 ലക്ഷം രൂപ വെച്ച്, ഞാൻ ഇതൊരു ഉദാഹരണം പറയുന്നതാണ്. ഇത് 1 ലക്ഷം രൂപ വെച്ചല്ല സ്റ്റാർട്ട് ചെയ്യേണ്ടത്, അതിലും കുറഞ്ഞ തുക വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ഉദാഹരണം വെച്ച് നോക്കാം. 1 ലക്ഷം രൂപ വെച്ച് നമ്മൾ ഈ 23 കമ്പനികളിലും ഇട്ടിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മുടെ വെൽത്ത് എന്തായിരിക്കും? 2,30,00,000 അല്ലേ? 2,30,00,000 അതിൻ്റെ മുകളിൽ പോകും. കാരണം 2000% പ്രോഫിറ്റ് തന്ന കമ്പനികളിലും ഈ കൂടെ ഉണ്ട്. നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സംഭവം വരും. എന്നാൽ ഈ കമ്പനികളൊക്കെ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണെന്ന് ചോദിച്ചാൽ അല്ല കേട്ടോ. ഞാൻ ഒരിക്കലും ഇതുപോലുള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് റെക്കമെൻഡ് ചെയ്യില്ല. എന്നാൽ ഇതിൽ കുറച്ച് നല്ല കമ്പനികളുണ്ട്, അതിലേ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് റെക്കമെൻഡ് ചെയ്യുള്ളൂ. പക്ഷേ ഇതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമുക്ക് വെറുതെ കിട്ടിയ പൈസയാണെങ്കിലോ. ഇപ്പോൾ ശ്രീ ആദിക് ബ്രോസ് എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നു ഇതാണ് ഏറ്റവും കൂടുതൽ റിട്ടേൺ തന്നിട്ടുള്ള കമ്പനി. മാർക്കറ്റ് ക്യാപ്പ് 774 കോടിയാണ്. പ്രൊമോട്ടർ ഹോൾഡിംഗ് എല്ലാം വളരെ കുറവാണ്. ഇതുപോലുള്ള കമ്പനികളിൽ ഒരു കാരണവശാലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറയില്ല. ഇത് കണ്ടോ, ആ കയറി ഇങ്ങനെ അങ്ങ് പോയത് കണ്ടോ. എന്നാൽ ഫ്രീ കിട്ടിയ പൈസ എടുത്തതിന് കുഴപ്പമില്ലല്ലോ, അതിന് കുഴപ്പമില്ല. സേനിക് എക്സ്പോർട്ട്, സീനിക്കായിരിക്കും അല്ലേ? സീനിക്ക്, ഓക്കെ. ഇതുണ്ടോ, ഇങ്ങനെ കയറിപ്പോകുന്നുണ്ടോ? ഇതുപോലുള്ള കമ്പനികൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലുണ്ട്. ഇനി നമുക്ക് ഇത് എങ്ങനെ പ്രാവർത്തികമാക്കാമെന്ന് നോക്കാം. നേരത്തെ പറഞ്ഞ കമ്പനികൾ നമുക്ക് ബ്രേക്ക് ഔട്ട് ലെവലുകളിൽ പിക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെ ഒരു സ്റ്റോക്ക് ഇങ്ങനെ കയറിപ്പോയിട്ട് ആ ഒരു സ്റ്റോക്കിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൽ വലിയ കറക്ഷൻ ഇല്ലാതെയാണ് അത് കയറിപ്പോകുന്നത് കേട്ടോ. ഇങ്ങനെ ഏതാണ്ട് ഒരു 45 ഡിഗ്രി ആംഗിളിൽ ഈ സ്റ്റോക്കുകൾ കയറിപ്പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ സ്റ്റോക്കുകൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഞാൻ സമയത്തിൻ്റെ പരിമിതി മൂലം വിശദമായിട്ട് ഓരോ സ്റ്റോക്കും എടുത്ത് നോക്കുന്നില്ല. പക്ഷേ ഇങ്ങനെ കയറിപ്പോയിക്കൊണ്ടിരിക്കുന്ന സ്റ്റോക്കുകളാണ്.
ഇതിൽ നല്ല കമ്പനി മാത്രം സെലക്ട് ചെയ്യുക. നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ 10x ആണ്. അതായത് അത്യാവശ്യം നല്ല കമ്പനികൾ, ഡിമാൻഡും സപ്ലൈ അനുസരിച്ചാണ് അത് കയറിപ്പോകുന്നത്. പലരും പറയും നല്ല റിസൾട്ടല്ല, മോശമാണ്, എന്നിട്ടും ഈ കമ്പനി കയറുന്നുണ്ടല്ലോ എന്ന്. സ്റ്റോക്ക് മാർക്കറ്റിൽ ഡിമാൻഡും സപ്ലൈ അനുസരിച്ചിട്ടാണ് പ്രൈസ് മൂവ് ചെയ്യുന്നത്. ഫണ്ടമെൻ്റൽസിന് അതിന് ഭയങ്കരമായിട്ടുള്ള ഒരു സംഭവമൊന്നുമില്ല. നല്ല ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള HDFC ബാങ്ക് ഇങ്ങനെ പറന്ന് കയറുന്നില്ലല്ലോ. അതുകൊണ്ട് നമുക്കൊരു മാജിക് ക്യാഷൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നല്ല മൊമെൻ്റമുള്ള സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. പക്ഷേ അത് നമ്മുടെ ഹാർഡ് ഏൺ മണി എടുത്തിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാകില്ല. അത് ആരും അഡ്വൈസ് ചെയ്യൂല, റെക്കമെൻഡ് ചെയ്യൂല. അത് മോശം സ്റ്റോക്കുകളല്ല ഞാൻ ഉദ്ദേശിച്ചത്, കുറച്ച് നല്ല സ്റ്റോക്കുകൾ. ഇനിയിപ്പം 10 ഇരട്ടി ഒരു വർഷം കൊണ്ട് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു 5 ഇരട്ടിയെങ്കിലും കിട്ടുന്ന സ്റ്റോക്കുകൾ. ഇപ്പം നമ്മുടെ ഷിപ്പിംഗ് കമ്പനികൾക്കൊക്കെ പല കമ്പനികളും മാസ് സ്റ്റോക്കൊക്കെ എനിക്ക് തോന്നുന്നു 800% പ്രോഫിറ്റ് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഓർമ്മയെന്ന് പറയുന്നതാണ്, ആ റേഞ്ചോളമൊക്കെ പ്രോഫിറ്റ് കൊടുത്തത് 8 ഇരട്ടി. നല്ല കമ്പനിയാണ്. അപ്പോൾ അതുപോലുള്ള കമ്പനികളിലൊക്കെ നമുക്ക് കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇതുപോലുള്ള കമ്പനികൾ സെലക്ട് ചെയ്യുക. ഇത് സെലക്ട് ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ഇത് എളുപ്പമാണ്. ഇനി ചെറിയ ഒരു കണക്ക് കാണിക്കാം. 10x മൂവ് ചെയ്യുന്ന കമ്പനിയിൽ നമ്മളൊരു 1000 രൂപ ഇട്ടു എന്ന് വിചാരിക്കുക. ഒരു വർഷം കൊണ്ടാണ് ഈ 10x എന്നുള്ളത്. 20x ഒക്കെ ആയിട്ടുള്ള കമ്പനികളുണ്ട്. ഓക്കെ, ഒരു വർഷം കൊണ്ടാണ് 10x. ഇത് ഒരു വർഷം കഴിയുമ്പോൾ എത്രയാകും? 10,000 രൂപയാകും. ഈ 10,000 രൂപ വീണ്ടും ഒരു 10x മൂവ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു കമ്പനിയിൽ നമ്മൾ ഇട്ടു എന്ന് വിചാരിക്കുക. ഒരു വർഷം കഴിയുമ്പോൾ എത്രയാകും? അത് 1,00,000 ആകും. ഈ 1,00,000 വീണ്ടും 10x മൂവ് ചെയ്യുന്ന ഒരു കമ്പനിയിൽ ഇട്ട് കഴിഞ്ഞാൽ അത് 10,00,000 ആവും. ഇനിയിപ്പോൾ ഈ 10,00,000 രൂപയൊന്നും നമുക്കൊരു കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയല്ല, അല്ലെങ്കിൽ അത് നമ്മളെ അനുവദിക്കുകയില്ല. 10,00,000 ഇൻവെസ്റ്റ് ചെയ്യേണ്ട. എന്ത് ചെയ്താൽ മതി? 10x റിട്ടേൺ കിട്ടുന്ന 10 കമ്പനികൾ കണ്ടുപിടിക്കുക. അതായത് ഇവിടെ നമുക്ക് 10,00,000 രൂപ അച്ചീവ് ചെയ്തതിന് ശേഷമാണ് ഞാൻ പറഞ്ഞത് 10x റിട്ടേൺ കിട്ടാൻ സാധ്യതയുള്ള 10 കമ്പനികൾ കണ്ടുപിടിച്ചിട്ട് അതിൽ 1,00,000 രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 CR ആയി. എളുപ്പമല്ലേ? 10,00,000 രൂപ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്താലും ഈ 10x റിട്ടേൺ കിട്ടുന്നുണ്ടെങ്കിൽ അത് 1 കോടിയാകും. പക്ഷേ അത് വേണ്ട. ഒരു വർഷം നമുക്ക് 1000% മുകളിൽ പോയി 23 കമ്പനികളുള്ളപ്പം ഇത് എല്ലാ വർഷവും ഇങ്ങനത്തെ കമ്പനികൾ ഉണ്ടാകുമെന്നുള്ളതാണ്. ഒരു വർഷം പോലും ഉണ്ടാകാതിരിക്കില്ല, എല്ലാ വർഷവും ഇങ്ങനത്തെ കമ്പനികൾ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മൾ ഈ 1000 രൂപ വെച്ചിട്ട് നേടിയതാണ്. 1000 രൂപ വെച്ച് 10,000 ആയി, 10,000 രൂപ വെച്ചിട്ട് 1,00,000 ആയി, 1,00,000 10,00,000 ആയി, 10,00,000 10 കമ്പനികളിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് 1 കോടിയായി. പക്ഷേ ഇവിടെ ഒരു സംഭവമുണ്ട്. നിങ്ങൾ പറയും ഇങ്ങനെ കറക്റ്റായിട്ട് കമ്പനികളെ കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ എന്ന്. അത് വളരെ കറക്റ്റാണ്. ഇതുപോലെ കറക്റ്റായിട്ട് നമുക്ക് കമ്പനികളെ ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മൾ ഇടുന്ന കമ്പനികൾ ഈ 10x പോകണമെന്നില്ല. അപ്പം അതിനെന്താ ചെയ്യാൻ പറ്റുക? അതിന് ചെയ്യാൻ പറ്റുന്ന മാർഗ്ഗമാണ് 10x പോകാൻ സാധ്യതയുള്ള കമ്പനികൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. നമ്മൾ സ്റ്റേ ഇൻവെസ്റ്റഡ് ആയിട്ടിരിക്കുക. ഈ 1000 രൂപയുണ്ടല്ലോ, ഈ 1000 രൂപ എന്ന് പറയുന്നത് നമുക്ക് പ്രോഫിറ്റ് കിട്ടിയ പൈസ ആയിരിക്കണം. ഇങ്ങനെ പ്രോഫിറ്റ് ഒരു 10,000 രൂപയെങ്കിലും കിട്ടുമ്പോഴായിരിക്കണം നമ്മൾ അതിൽ നിന്ന് 1,000 രൂപ മാറ്റി വെച്ചിട്ട് ഇങ്ങനത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. ചിലപ്പോൾ ലോട്ടറി അടിച്ചാലോ? ലോട്ടറി അടിക്കുന്നതിനെ കഴിഞ്ഞ് പോസിബിലിറ്റി ഇതിനാണുള്ളത്. 10,000 രൂപ ലാഭം കിട്ടുമ്പോൾ അതിൽ നിന്ന് നിങ്ങൾ ഒരു 1,000 രൂപ മാറ്റിയിട്ട് 10x പോകാൻ സാധ്യതയുള്ള അത്യാവശ്യം നല്ല കമ്പനി നിങ്ങളുടെ ഒരു കഴിവും കാര്യങ്ങളും ഒക്കെ ഉപയോഗിച്ചിട്ട് സെർച്ച് ചെയ്തിട്ട് കണ്ടെത്തുക, അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഒരു വർഷം കഴിഞ്ഞ് അത് റിവ്യൂ ചെയ്യാവുള്ളൂ. ചില കമ്പനികൾ 2 വർഷം എടുത്തേക്കാം. ചില കമ്പനികൾ ബാങ്കറപ്റ്റായി പോയാൽ പോലും നമുക്ക് ഈ പറയുന്ന ലാഭം കിട്ടിയ 1000 രൂപയെ പോകുള്ളൂ. ഇനിയിപ്പോൾ എങ്ങനെയാണ് ലാഭം കിട്ടുക? അതിനാണ് ഞാൻ എൻ്റെ P&L നിങ്ങളെ കാണിച്ചത്. നല്ല നല്ല ETF-കളിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഈ P&L തന്നെ ഏറ്റവും മുകളിൽ 3,800 രൂപ ലാഭം കിട്ടിയ സംഭവം ഉണ്ടല്ലോ, ഇതൊരു ETF ആണ്. നിഫ്റ്റി 200 മൊമെൻറ്റം 30 ETF. ഇത് നെക്സ്റ്റ് 50 എന്ന് പറയുന്ന ETF ആണ്. അഫിലും അഹുൽവാലിയും ഒക്കെ സ്റ്റോക്കുകളാണ്. അമൻരാജ മറ്റേ ബാറ്ററി, അതാണ് ഇപ്പോൾ പുതിയ പേര്, എനർജി എന്നുള്ളത്. പിന്നെ അംബുജ സിമെൻറ്റ്, അത് ലോസാണ്. കണ്ടോ ഈ ലോസ് വന്ന് കണ്ടോ? അപ്പോൾ ഇതിൽ പ്രോഫിറ്റ് മാത്രം അല്ല ഉള്ളത്, ലോസും കൂടിയുണ്ട്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. നമുക്ക് മെല്ലെ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ വേറെ ലോസ് 5,610 രൂപ ലോസ് കണ്ടോ? പിന്നെയും സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ 3,500 രൂപ GK എന്ന് പറയുന്ന GK വയർ എന്ന് പറയുന്ന സ്റ്റോക്കിൽ ലോസ്. ഗ്ലോബൽ ടെക്സ്റ്റൈൽസിന് 350 രൂപ ലോസ്. പിന്നെ നമ്മളിങ്ങനെ പോവാണ്. പിരമാളിന് 525 രൂപ ലോസ്. പിന്നീട് സാക്സോഫ്റ്റിൽ 3,026 രൂപ ലോസ്. സൺടെക് റിയാലിറ്റിയിൽ 1,842 രൂപ ലോസ്. ടൈറ്റാനിൽ 756 രൂപ ലോസ്. ഉത്തം ഷുഗറിൽ 8,764 രൂപ ലോസ്. ഇത്രയുമാണ് ലോസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതെന്താണ് ഇവിടെ കാണിച്ചത്?
ഇത് പോർട്ട്ഫോളിയോ റീബാലൻസ് ചെയ്തപ്പോൾ ഉണ്ടാക്കിയ ലോസാണ്. പിന്നെ ചിലത് ഞാൻ ഇൻട്രാഡേ ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് കാണാം 365 രൂപ ഇവിടെ ലോസ്. ഇത് ഇൻട്രാഡേ ചെയ്തിട്ടാണ് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഇൻട്രാഡേ ചെയ്തിട്ടും 3-4 ലോസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പോർട്ട്ഫോളിയോ റീബാലൻസ് ചെയ്ത് ഉണ്ടാക്കിയേക്കുന്ന ലോസാണ്. പോർട്ട്ഫോളിയോ റീബാലൻസിൻ്റെ വീഡിയോ വിശദമായിട്ട് നമ്മുടെ ചാനലിൽ മുമ്പ് ചെയ്തിട്ടുണ്ട്. 3 പാർട്ടുണ്ടത്. അത് ചെക്ക് ചെയ്യുക കേട്ടോ. ബാക്കി എല്ലാ സംഭവങ്ങളും പ്രോഫിറ്റാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ ഇതിൽ നിന്നൊരു 1000 രൂപ മാറ്റുന്നതിന് തെറ്റൊന്നുമില്ലല്ലോ. ഒരു സാധാരണക്കാരൻ ഫസ്റ്റായിട്ട് ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഒന്നെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലായിരിക്കണം, അല്ലെങ്കിൽ ETF-ലായിരിക്കണം. നിങ്ങൾക്ക് മാസം ഒരു 10,000 രൂപ മാറ്റി വെക്കാൻ സാധിക്കുമെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിൽ തുടങ്ങാം, അല്ലെങ്കിൽ ETF-ൽ തുടങ്ങാം. നല്ല നല്ല ETF-കൾ ഞാൻ ട്രേഡ് ചെയ്യുന്ന 30-ൽ പരം ETF-കളുടെ വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അത് പുറകോട്ട് പോയി ചെക്ക് ചെയ്താൽ കിട്ടും. ആ 30 ETF-കളും എഴുതി വെക്കുക. അതിൽ നിന്ന് ഈ ഒരു ചാർട്ട്, അതായത് ഒരു 45 ഡിഗ്രി മുകളിലേക്ക് പോകുന്ന ചാർട്ട്, ഇടയ്ക്ക് കറക്ഷൻ ഉണ്ടാകും, കാരണം മാർക്കറ്റ് കറക്ഷൻ വരുന്നില്ല. എന്നാലും ഒരു വർഷത്തെയും 2 വർഷത്തെ 5 വർഷത്തെയൊക്കെ ചാർട്ട് എടുത്ത് നോക്കുക. ഈ ഒരു രീതിയിൽ മുകളിലേക്ക് പോകുന്ന ETF-കൾ അതിൽ ട്രേഡ് ചെയ്യുക. അത് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. നല്ല ETF-കൾ 5-6 ETF-കളുടെയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് വേണ്ടി ഇനിയും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ചെയ്യാം കേട്ടോ. അതിൽ ഒരു ETF-ൽ 10,000 രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യാം. എങ്ങനെയാണെങ്കിലും ഇതൊരു 10% കയറി പോകുമ്പോഴത്തേനും നിങ്ങൾക്ക് 1000 രൂപ പ്രോഫിറ്റ് കിട്ടും. ഇതിൽ ഒരു 1000 രൂപ പ്രോഫിറ്റ് കിട്ടും. 1000-ന് മുകളിൽ പ്രോഫിറ്റ് വരുമ്പോൾ വിറ്റാൽ മതി. ഇത് എല്ലാ മാസവും ചെയ്യുക, ഒരെണ്ണത്തിലല്ല ചെയ്യേണ്ടത്, പല ETF-കളിൽ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള 1000 രൂപ കിട്ടി. ഇങ്ങനെ നിങ്ങൾക്ക് ഒരു 10,000-10,000 രൂപ കിട്ടിക്കഴിയുമ്പോൾ അതിൽ നിന്നൊരു 1000 രൂപ മാറ്റി വെച്ചിട്ടാണ് മൾട്ടി ബാഗറാകാൻ സാധ്യതയുള്ള സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അല്ല എങ്കിൽ നല്ല നല്ല കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു 10,000 രൂപ ലാഭം കിട്ടിയെന്ന് വിചാരിച്ചു. ഒരു 10 ETF-ൽ നിങ്ങൾ ചെയ്തു, 10,000 രൂപ ലാഭം കിട്ടിയെന്ന് വിചാരിച്ചോളൂ. ഇനി സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് നിങ്ങൾ ഇറങ്ങുകയാണ്, അതായത് ഇക്വിറ്റിയിലേക്ക് നിങ്ങൾ ഇറങ്ങുകയാണ്. ഇക്വിറ്റിയിൽ നല്ല നല്ല കമ്പനികളിൽ, നല്ല ബ്രേക്ക് ഔട്ട് ലെവലുകളിൽ ഒരു 10,000 രൂപ വെച്ചിട്ട് ഒരു ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. നല്ല ഇക്വിറ്റി ആയിരിക്കണം, ബ്രേക്ക് ഔട്ട് ലെവലായിരിക്കണം, നല്ല ചാർട്ടായിരിക്കണം, ഫണ്ടമെൻ്റൽസ് ചെക്ക് ചെയ്യാൻ അറിയുമെങ്കിൽ അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് അതിന് സാറ്റിസ്ഫൈ ആയ കമ്പനികളിൽ ഈ 10,000 രൂപ വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. കൃത്യമായ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യാം, കുഴപ്പമില്ല. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത കുറേ കമ്പനികൾ മുകളിലേക്ക് പോകും അല്ലേ. അപ്പോൾ ETF-ൻ്റെ റിട്ടേൺ അല്ല ഈ കമ്പനി കിട്ടുക. ഇക്വിറ്റിയിൽ റിട്ടേൺ കൂടുതലാണ്, റിസ്ക് കൂടുതലാണ്, റിട്ടേൺ കൂടുതലാണ്. ETF-ൽ റിസ്ക് കുറവാണ്, റിട്ടേൺ കുറവാണ്. മ്യൂച്വൽ ഫണ്ടിൽ റിസ്ക് കുറവാണ്, റിട്ടേൺ കുറവാണ്. അതായത് ഒരു ബിഗിനർ ആദ്യം എത്തിപ്പെടേണ്ട സ്ഥലം മ്യൂച്വൽ ഫണ്ടോ ETF-ഓ ആണ്. അതിനുശേഷം അയാൾ എത്തിപ്പെടേണ്ട സ്ഥലം സ്റ്റോക്കാണ്, അതായത് ഇക്വിറ്റി. അതിന് ശേഷമാണ് അയാൾ ഓപ്ഷനിലേക്കോ ഫ്യൂച്ചറിലേക്കോ പോകേണ്ടത്. എന്നാൽ ഇന്ത്യയുടെ അവസ്ഥ അങ്ങനെയല്ല. ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുന്നയാൾ ചെയ്യുന്ന സംഭവം ഓപ്ഷൻ ട്രേഡിംഗ് ആണ്. P&C ഇതാണ് ഫസ്റ്റായിട്ട് വരുന്നു അന്ന് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ ചെയ്യുന്നത്. ആദ്യമായിട്ട് വരുന്നവർ മ്യൂച്വൽ ഫണ്ടിലേക്കോ ETF-ലേക്കോ പോകാറില്ല. അപ്പോൾ ആദ്യം ഇതിലാണ് കുറച്ച് സേഫ് ആയിട്ടുള്ള സ്ഥലത്ത്, കാരണം ഇതിലെല്ലാം റിസ്ക് ഉണ്ട്. ആ റിസ്കിൽ കുറച്ച് റിസ്ക് കുറവുള്ളത് ഈ പറയുന്ന 2 സംഭവത്തിലാണ്. ഇതിൽ ട്രേഡ് ചെയ്ത് ലാഭം നേടിയതിന് ശേഷം ആ ലാഭം റിസ്ക് ആയിട്ടെടുത്ത്, മൊത്തം ഒന്നും എടുക്കണ്ട, കുറച്ച് റിസ്ക് ആയിട്ടെടുത്ത് നല്ല കമ്പനികളിൽ, ഇക്വിറ്റിയിലെ നല്ല സൂപ്പർ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അതിൽ നിന്ന് നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടും. ആ പ്രോഫിറ്റിൽ നിന്ന് 1000 രൂപ പലപ്പോഴായിട്ട് ഒരു പ്രാവശ്യം നിങ്ങൾ 1000 രൂപ എടുത്ത് ഒരു സ്റ്റോക്കിലിട്ടു, പിന്നീട് വീണ്ടും ഒരു സ്റ്റോക്ക്, അടുത്ത സ്റ്റോക്കിൽ 1000 ഇടാം, പിന്നീട് വീണ്ടും അടുത്ത സ്റ്റോക്കിൽ 1000 ഇടാം. നമ്മുടെ ലക്ഷ്യം 10x ആണ്. ഇനിയിപ്പോൾ നല്ല പ്രോഫിറ്റ് ഉള്ളവർക്ക് 1000-ന് പകരം 10,000 ഇടാം. പക്ഷേ അത് ഇട്ടതുകൊണ്ട് നിങ്ങൾക്ക് ഈ 1 CR ഉണ്ടാക്കാനായിട്ട് സാധിക്കില്ല. വിൽക്കാതിരിക്കണം. അതായത് ഹ്യൂമൻ സൈക്കോളജിയെ നിങ്ങൾ ബീറ്റ് ചെയ്ത് മുന്നോട്ട് പോകണം. പ്രോഫിറ്റ് കാണുമ്പോൾ വിൽക്കാനുള്ള ടെൻഡൻസി എന്ന് പറയുന്നത് 90% ആളുകളിലും ഉണ്ട്. പ്രോഫിറ്റ് കാണുമ്പോൾ ആ പ്രോഫിറ്റ് ഹോൾഡ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് 90% ആളുകളിലുമുണ്ട്. ഇത് ഓവർകം ചെയ്തേ പറ്റൂ. റീറ്റെയിലേഴ്സിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ 5%, 10% പ്രോഫിറ്റ് എല്ലാം കാണുമ്പോൾ അവരത് വിറ്റ് മാറും. അവർക്ക് പേടിയാണ് ഇത് താഴേക്ക് വരുമോ എന്നുള്ളത്. ഈ പേടി മാറാനാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എടുത്തിട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ മതി. കമ്പനിക്ക് ഇച്ചിരി എന്തെങ്കിലും പ്രശ്നമുണ്ട്, പക്ഷേ നല്ല മൊമെൻറ്റം ഉണ്ട്, കമ്പനി ഇങ്ങനെ കയറുക. എന്നാൽ കമ്പനിക്ക് ഇച്ചിരി എന്തോ പ്രശ്നമുണ്ട് എങ്കിൽ നമ്മൾ ഇവിടെയൊക്കെ ആയിരിക്കണം കയറണ്ടേ. അപ്പോൾ അങ്ങനെയുള്ള കമ്പനിയിൽ എന്താ ചെയ്യുക, ലാഭം കിട്ടിയ പൈസ മാത്രം എടുത്തിട്ടേ ഇൻവെസ്റ്റ് ചെയ്യാവുള്ളൂ. അപ്പോൾ നമുക്ക് ആ ഒരു പേടി നമുക്ക് കുറേ ഓവർകം ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അടുത്ത പേടി എന്ന് പറയുന്നത്, ഇപ്പോൾ 10,000 രൂപ പോയിട്ട് 1 ലക്ഷം ആയാൽ അത്ര പേടി ഉണ്ടാകുകയില്ല. പക്ഷേ ഇത് 10 ലക്ഷം ആകുമ്പോൾ പേടിയുണ്ടാവും. കാരണം എന്തെങ്കിലും നേടാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും നേടാൻ സാധിക്കുകയുള്ളൂ. നമ്മളത് ശ്രമിച്ചില്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് കിട്ടുക?
ഇന്ത്യൻ മാർക്കറ്റിൽ 10 ഇരട്ടി മൂവ് ചെയ്യുന്ന ഒരുപാട് സ്റ്റോക്കുകൾ എല്ലാ വർഷവും ഉണ്ടാകാറുണ്ട്. അത് നല്ല സ്റ്റോക്കുകളും ഉണ്ട്, മോശം സ്റ്റോക്കുകളും. ചില വർഷങ്ങളിൽ വളരെ നല്ല സ്റ്റോക്കുകളും അങ്ങനെ ഉണ്ടാവാറുണ്ട്. ഇത് നമ്മൾ കാണാറുമുണ്ട്. എന്നിട്ടും നമുക്കതിൻ്റെ നേട്ടം ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നില്ല. ഇനി 10 ഇരട്ടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ 5 ഇരട്ടിയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഒരുപാട് നല്ല കമ്പനികളും അതിലുണ്ടാവും. ഇനി നല്ല കമ്പനികളിൽ തന്നെ നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാതിരുന്ന അത്യാവശ്യം ഭീകരമായിട്ടുള്ളൊരു റിട്ടേൺ നമുക്ക് കിട്ടുകയും ചെയ്യും. പക്ഷേ റീറ്റെയിലേഴ്സിൻ്റെ ഈ പ്രശ്നം 5%-നും 10%-നും പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള ടെൻഡൻസി, ഇത് കാരണം അവർക്ക് ഒരിക്കലും ഒരു വലിയ റിട്ടേൺ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ഉണ്ടാക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇതിനെ ഓവർകം ചെയ്തേ മതിയാവൂ. ഇതിനെ ഓവർകം ചെയ്യാനായിട്ട് നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ETF-കളിലും മ്യൂച്വൽ ഫണ്ടിലും ഇൻവെസ്റ്റ് ചെയ്യണം. അതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിൻ്റെ ഒരു വീതം എടുത്തിട്ട് ഹൈ മൊമെൻറ്റമുള്ള സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യണം. എന്നിട്ട് അത് 10x ആകുന്നവരെ വെയിറ്റ് ചെയ്യണം. അതാണ്, ഇതെല്ലാം ഓക്കെയാണ്, ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് പോസിബിളാണ്. ഈ 10x ആകുന്നവരെ വെയിറ്റ് ചെയ്യണം. അതാണ് ഞാൻ ചെറിയ സംഖ്യ പറഞ്ഞ് കുറച്ച് വർഷങ്ങൾ കൊണ്ടെങ്കിലും ആവട്ടെ എന്ന് കരുതിയാണ് ആ ഒരു ചെറിയ തുക പറഞ്ഞത്. അങ്ങനെ ഒരു വട്ടം വെയിറ്റ് ചെയ്യാൻ പഠിച്ചാൽ ഇങ്ങനെ ഒരു 10 കമ്പനിയിലും ചെയ്യണം കേട്ടോ. 10 പോരാ, 10-20 കമ്പനിയിലെങ്കിലും ചെയ്യണം. കാരണം എല്ലാ വർഷവും ഇങ്ങനെ കമ്പനികൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ 10-20 കമ്പനിയിലെങ്കിലും ചെയ്യണം. ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് അറിയത്തില്ല ഇത് 10x ആകുമോ എന്നുള്ളത്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് പല കമ്പനികളും 2x-ഉം 3x-ഉം 3 ഇരട്ടിയും 4 ഇരട്ടിയും ഒക്കെ ആയതിനു ശേഷം താഴേക്ക് വന്നേക്കാം. അങ്ങനെ താഴേക്ക് വന്നാൽ അതിൽ ലോസ് ബുക്ക് ചെയ്യേണ്ട കാര്യമില്ല. പ്രോഫിറ്റ് കുറഞ്ഞാലും എവിടെയെങ്കിലും ഇറങ്ങിയാൽ മതി. ഇപ്പോൾ 200% പോയ കമ്പനി പിന്നീട് താഴേക്ക് ഒരു 50% ഇടിയാണ്. ആ വഴിക്ക് എവിടെയെങ്കിലും ഇറങ്ങിയാൽ നമുക്ക് ആ ഒരു ലാഭവും കൂടെ കിട്ടും. ആ ലാഭം, ആ പൈസ ഉപയോഗിച്ചിട്ട് അടുത്ത കമ്പനിയിൽ എൻട്രി ചെയ്യുക. ഇത് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കണം. ഏത് കമ്പനി കിട്ടുമെന്ന് ആർക്കും മുൻകൂട്ടി പ്രവചിക്കാൻ സാധ്യമല്ല. നല്ല ക്വാളിറ്റി ഉള്ള കമ്പനികളിൽ കുറച്ച് ക്യാഷ് കൂടുതൽ ഇടുന്നതുകൊണ്ട്, ലോങ് ടൈമിലേക്കൊക്കെ ഇടുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല, അതും ചെയ്യാം. പക്ഷേ ബിഗിനേഴ്സ് ആയതുകൊണ്ടാണ് മ്യൂച്വൽ ഫണ്ട് ETF-ഉം പറഞ്ഞത്. ഞാൻ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ലോങ് ടൈമിന് വേണ്ടിയാണ്. ഇനി ആ ഒരു ഐഡിയയും കൂടെ പങ്കുവെക്കാം. മ്യൂച്വൽ ഫണ്ടിൽ ഞാൻ എന്തിനാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? എനിക്ക് പ്രായമാകുമ്പോൾ അതിൽ നിന്ന് റിട്ടേൺ എടുത്ത് ജീവിക്കാൻ വേണ്ടിയാണ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ETF-ൽ എന്തിനാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ലോസ് വരാൻ സാധ്യതയുണ്ട്. നേരത്തെ നിങ്ങൾ കുറച്ച് ലോസൊക്കെ കണ്ടല്ലോ. അപ്പോൾ ലോസ് വരാൻ സാധ്യതയുണ്ട്. ആ ലോസിനെ ഓവർകം ചെയ്യാനായിട്ടാണ് ETF-ൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇനി അടുത്തത്, ഇക്വിറ്റിയിൽ എന്തിനാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ഇക്വിറ്റിയിൽ നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. നല്ല റിട്ടേൺ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് ETF-നെ കഴിഞ്ഞ് മ്യൂച്വൽ ഫണ്ടിനെ കഴിഞ്ഞും കൂടുതൽ ലാഭം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇനി അടുത്തതും ഇക്വിറ്റി രണ്ടാം ഭാഗമാണ്. അപ്പോൾ ഇക്വിറ്റി ഇത് നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റോക്കുകൾ. രണ്ടാമത്തേത് ഹൈ മൊമെൻറ്റം സ്റ്റോക്കുകൾ. അതിന് ക്വാളിറ്റി ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഹൈ മൊമെൻറ്റം സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്തിനാണ്? വലിയ ഒരു വെൽത്ത് നേടിയെടുക്കാൻ വേണ്ടിയാണ് ഈ ഹൈ മൊമെൻറ്റം സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എന്നാൽ ഇതിൽ റിസ്ക് വളരെ കൂടുതലുള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടുന്ന് കിട്ടുന്ന ലാഭത്തിൻ്റെ ഒരു ഭാഗം മാത്രമേ ഇങ്ങനെയുള്ള സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഇനിയിപ്പോൾ ഇതിൻ്റെ ലോജിക്ക് ഒന്നും കൂടെ പറഞ്ഞിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ അതൊരു 10x ആകുന്ന ഒരു കമ്പനിയാണെങ്കിൽ അത് 10,000 രൂപയായിട്ട് മാറുന്നുണ്ടാവും. ഈ 10,000 രൂപ വീണ്ടും മറ്റൊരു കമ്പനി 10x ആകുന്ന ഒരു കമ്പനിയാണെങ്കിൽ സിംപിളി അത് 1,00,000 രൂപയായിട്ട് മാറുന്നുണ്ടാവും. ഈ 1,00,000 രൂപ 10x ആകുന്ന ഒരു കമ്പനിയിൽ, ഇപ്പോൾ 3 കമ്പനി ആയിട്ടുള്ളൂ, ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ, ആകുന്ന കമ്പനിയാണ് എങ്കിൽ അത് 10 ലക്ഷം രൂപ ആയിട്ട് മാറുന്നുണ്ടാവും. 10 ലക്ഷം രൂപ ഒരു 10x ആകാൻ സാധ്യതയുള്ള കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് 1 CR ആയിട്ട് മാറുന്നുണ്ടാവും, 1 കോടി. ഇവിടെ 4 കമ്പനിയുടെ കാര്യമേ പറയുന്നുള്ളെങ്കിലും ഈ 10 ലക്ഷം എന്നുള്ള ഫിഗർ വരുമ്പോഴത്തേന് ഇത് നമ്മൾ 10 കമ്പനിയിലാക്കി മാറ്റും. അതായത് ഇവിടെ 4 കമ്പനി മതി, പക്ഷേ ഇത് നമ്മൾ 10 കമ്പനിയാക്കി മാറ്റും. അപ്പോൾ ഈ ജേർണിയിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനി ചിലപ്പോൾ ബാങ്ക്റപ്റ്റായി പോയേക്കാം. അതുകൊണ്ട് ആദ്യഘട്ടങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ക്വാളിറ്റിയുള്ള, അത്യാവശ്യം ക്വാളിറ്റി വേണം. ഭയങ്കരമായിട്ട് ആൾക്കാർ അറിയുന്ന കമ്പനികൾ കയറി പോകണമെന്നില്ല കേട്ടോ. അധികം ആൾക്കാർ അറിയില്ലാത്ത കമ്പനിയാണ് കയറിപ്പോവുക. റീറ്റെയിൽ പാർട്ടിസിപ്പേഷനൊക്കെ കുറഞ്ഞ കമ്പനികളാണ് കയറിപ്പോവുക. അപ്പോൾ ആദ്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കമ്പനികളിൽ, അത്യാവശ്യം സെയിലും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അങ്ങനെയുള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുക. നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന കമ്പനികളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് കുറച്ച് പൈസ കൂടി കഴിയുമ്പോഴത്തേനും ഇവിടെയൊക്കെ നമ്മൾ 10 കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമല്ലോ ഈ ലാസ്റ്റ് സമയത്ത്. അപ്പോഴൊക്കെ നന്നായിട്ട് ഡൈവേഴ്സിഫൈ ചെയ്ത് നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ മതി. ഇത്രയും പ്രോസസ്സുകൾ കഴിഞ്ഞാൽ നമ്മുടെ ഈ 1000 രൂപ 1 CR ആയിട്ട് മാറും. പക്ഷേ ഈ 1000 രൂപ
വൺസ് ഇയർ ആയിട്ട് മാറാൻ കുറേ കടമകളുണ്ടല്ലോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ 1000 രൂപ എടുത്തിട്ട് നമുക്ക് ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാം. അതായത് 1000 രൂപ ഇടയ്ക്കിടയ്ക്ക് നമ്മളെടുത്ത് മാറ്റി വെക്കുന്നു, ഇതുപോലുള്ള കമ്പനികളിൽ ഇടുന്നു, അങ്ങനെ മാറ്റി വെക്കാം. ക്യാഷ് കൂടുതലുള്ളവർക്ക് ഇത് വേണമെങ്കിൽ 10,000 രൂപയും ആക്കാം. 10,000 രൂപ ഇട്ട് ചെയ്താലും തെറ്റൊന്നുമില്ല. അപ്പോൾ ഇത് ഏതൊരു സാധാരണക്കാരന് സാധിക്കുന്ന സംഭവമാണ്. ഫസ്റ്റ് മ്യൂച്വൽ ഫണ്ട് ETF ആണ്, മറക്കരുത്. അതിൽ നിന്ന് ലാഭം കിട്ടുന്ന പൈസ മാത്രമേ മൊത്തം ഉപയോഗിക്കരുത്, ഒരു ഭാഗം മാത്രമേ ഉപയോഗിച്ചിട്ട് ഈ ഒരു പ്രോസസ്സ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഞാൻ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. വിജയിച്ചാൽ നിങ്ങളെ അറിയിക്കാം, വിജയിച്ചില്ലെങ്കിലും നമുക്ക് ചിലപ്പം ലാഭം തന്നെയായിരിക്കും. കാരണം വിജയിക്കാൻ ഏറ്റവും വലിയ പ്രശ്നം ഈ കമ്പനി കണ്ടെത്തുക എന്നുള്ളതൊന്നുമല്ല, അതിൽ ഇൻവെസ്റ്റഡ് ആയിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ 1 ലക്ഷം രൂപയൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത് 2 ലക്ഷം ആകും. 2 ലക്ഷം വരെ ആര് വെയിറ്റ് ചെയ്യും? 1.5 ആകുമ്പോൾ വിൽക്കും, 1.25 ആകുമ്പോൾ വിൽക്കും, ചിലവർ 1,50,000 ആകുമ്പോൾ വിൽക്കും. അങ്ങനെ വിറ്റാൽ ഒരിക്കലും നമുക്ക് ഈ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കില്ല. ഇപ്പോൾ 1 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത് 2 ലക്ഷം ആകുമ്പം ഞാൻ 2 ലക്ഷം വരെയൊക്കെ വെയിറ്റ് ചെയ്യും, അത് കഴിയുമ്പോൾ ഞാനും വിറ്റ് പോകും. ഒരിക്കലും സാധിക്കില്ല. ഇത് 10 ലക്ഷം ആകുന്ന വരെ അത് കണ്ട് വെയിറ്റ് ചെയ്തിരിക്കണം. ഒന്നെങ്കിൽ ആൾഷിമേഴ്സ് പിടിക്കണം, അല്ലെങ്കിൽ നമ്മുടെ പ്ലാറ്റ്ഫോമൊക്കെ അടിച്ചു പോകണം, കിട്ടാത്ത രീതിയിലാകണം. അങ്ങനെ അടിച്ചു പോയാലും കിട്ടും. ഓക്കെ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും ഈ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് നല്ലതുണ്ടാകട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നുമല്ലെങ്കിലും നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിലോ ETF-ലെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കൂ. ഈ സംഭവങ്ങളൊക്കെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നല്ല ക്വാളിറ്റിയുള്ള സ്റ്റോക്കുകൾ നിങ്ങൾ ചെയ്താലും മതിയാകും. അപ്പോൾ എൻ്റെ മനസ്സിലൊരു പ്ലാൻ വന്നപ്പോൾ ഞാൻ അത് നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ കമൻറ്റുകൾ ചിലവർ ക്രിട്ടിസൈസ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും ആയിക്കോട്ടെ, എനിക്ക് വന്ന ഒരു ആശയം നിങ്ങളോട് പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ കമൻറ്റ് സെക്ഷനിൽ പ്രതീക്ഷിക്കുന്നു. ഇതുപോലെ ആശയമുള്ള മറ്റുള്ളവരുണ്ടെങ്കിൽ അവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് ചെയ്യണം കേട്ടോ. കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല എന്നുള്ളൊരു ഇത് വരുന്നുണ്ട് യൂട്യൂബിൻ്റെ സ്റ്റുഡിയോയിൽ നോക്കുമ്പോൾ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിരുന്നേക്ക്, ഉപകാരപ്പെടുന്ന ഒരുപാട് സാധനങ്ങൾ വരും. താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.